آله وصحابه الفائزين. ما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. കുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബൈത്തായി നമുക്ക് ചൊല്ലി ഇൻഷാ അല്ലാഹ്. ചെറിയ റമളാനല്ലേ, ചെറിയൊരു നസീഹത്ത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സദസ്സാക്കി മാറ്റട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഉസ്താദ് അവറുകളുടെ ഗുരുനാഥന്മാരുടെ ആത്മീയ സാന്നിധ്യമുള്ള സ്വഹാബുൽ ബദറിൻ്റെ സാന്നിധ്യമുള്ള ഒരു സദസ്സാക്കി അള്ളാഹു ഇത് മാറ്റുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മണ്ണുമാറ്റി മണ്ണറയിൽ നിന്നെടുക്കും കാലമിൽ മുത്ത് നബിയൻ കൂടെയുണ്ട്, മുത്തിടും ഞാൻ സ്വർഗമിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഉഹദ് മലയിൽ എന്നുമുണ്ടേ ആ റസൂലിൻ ഗന്ധമേ, ഉരുകും മനമിൽ എന്നുമുണ്ട് ആ സ്വലാത്തിൻ ബന്ധമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എന്നെ നോക്കി മാറി നിൽക്കാൻ ചൊല്ലിടല്ലേ സയ്യിദി, എന്റെ നേരെ കണ്ണടച്ച് മാറിടല്ലേ വാരിദി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രാർത്ഥന അല്ലാഹു ഈ ദുആ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഷെയ്ഖുനാ ഉസ്താദ് അവറുകൾ, മറ്റ് പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, ഈ റഹ്മാനിയ സ്ഥാപനത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഇവിടെ ഇൽമ പഠിക്കാനുള്ള തൗഫീഖ് ലഭിച്ച, ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മുജാഹിദീങ്ങളെ, ഈ പരിശുദ്ധ റമളാനിൻ്റെ പവിത്രമായ 17-ാം രാവിൽ ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് തന്ന പ്രിയപ്പെട്ട ഉമ്മ, സഹോദരിമാർ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള ഒരു മജ്ലിസാക്കി അള്ളാഹു ഇത് മാറ്റട്ടെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസാക്കി അള്ളാഹു ഇത് ഖബൂലാക്കട്ടെ. അസ്ഹാബുൽ ബദറിൻ്റെ സാന്നിധ്യമുള്ള ഒരു മജ്ലിസാക്കി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യഥാർത്ഥത്തിൽ എന്നോട് ഇവിടെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വിളിക്കുമ്പോൾ ഇന്ന് 17-ാം രാവിനാണ് ഞാൻ കൊടുക്കുന്നതെന്ന് എനിക്കും അറിയില്ല, ഉസ്താദിനും അറിയില്ല. ഇടയ്ക്ക് റമളാനിൽ സൗകര്യമുള്ള ഒരു ദിവസം എന്തായാലും ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ദിവസമാണ്. നോമ്പിന്റെ എണ്ണമൊന്നും നോക്കിയില്ല. വെള്ളിയാഴ്ചയുടെ അങ്ങനെ ഒരു രാത്രി ഒന്ന് വന്നാൽ അൽഹംദുലില്ലാഹ് റാഹത്താവൂലെ,
ഉസ്താദ് എപ്പോഴും തന്നെ സമ്മതിച്ചു, എന്നാൽ അങ്ങനെ ആക്കാം, അൽഹംദുലില്ലാ, വലിയ റാഹത്തായി, എനിക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ബദരീങ്ങളോടൊരു സ്പെഷ്യൽ കണക്ഷൻ വേറെ ഉണ്ട്. അത് അറിയുന്നവർക്കറിയാം. അല്ലാഹു തആല അത് നിലനിർത്തി തെരുമാറാകട്ടെ. അപ്പോൾ ആ ദിവസത്തിൽ ഉസ്താദിൻ്റെ ദുആ കൊണ്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സംസാരിക്കാൻ കിട്ടുക, അത് നിങ്ങൾക്ക് എത്ര ആളിന് കേൾക്കാൻ പറ്റുന്നുവോ അതൊരു വല്ലാത്ത സൗഭാഗ്യം തന്നെയാണ്. അതിലൊരു സംശയം ആ കാര്യത്തിലില്ല. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മെ എല്ലാവരെയും അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാകട്ടെ. അത് ഒന്നാമത്തെ ഭാഗ്യം. രണ്ടാമത്തത്, ഒന്നുമല്ലാത്ത അറിവ് കുറഞ്ഞ തഖ്വ കുറഞ്ഞ എൻ്റെ സാധുവായ ഉപ്പാക്ക് അൽഹംദുലില്ലാ, ഇവിടുന്ന് അന്ന് ഉപ്പ മരണപ്പെട്ട സമയം ഞാൻ ഉസ്താദിനെ വിളിച്ചിരുന്നു. അപ്പം എന്നോട് പറഞ്ഞത്, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കണ സമയത്ത് ഒരു 100 സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും തന്നെ ഓതി തുടങ്ങി. അൽഹംദുലില്ലാ, അത് പൂർത്തിയാക്കാനും സാധിച്ചു. ഒരുപാട് മജ്‌ലിസിൽ ഞാൻ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദിന്റെ നാവുകൊണ്ട് ഉപ്പാക്ക് വേണ്ടി അൽഹംദുലില്ലാ സ്വാലിഹീങ്ങളായ ഒരു മുഖ്ലിസീങ്ങളായ ഒരു വലിയ സംഘം, വേറൊന്നും പ്രതീക്ഷിച്ച് വന്നവരല്ല നിങ്ങൾ, ഇൽമിന് വേണ്ടി മാത്രം, ബറക്കത്തിന് വേണ്ടി മാത്രം വന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാവിനായത്തിൽ കുറിച്ചും സൂറത്തു തകാസുറും സൂറത്തിന്റെ ഇഖ്ലാസും ഓതി ഹദിയ ചെയ്യാൻ അതുകൂടി കിട്ടിയത് വലിയ സൗഭാഗ്യമായി കരുതുന്നു. അല്ലാഹു അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആത്മാവിൻ്റെ പ്രകാശം എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് എവിടെയെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പെട്ടെന്ന് മുഖത്തെന്തെങ്കിലും ഒരു ചെറിയ കറുത്ത പാട് വന്നാൽ, മുഖമൊന്ന് വിളറിപ്പോയാൽ, നോമ്പിന്റെ ക്ഷീണമല്ലല്ലോ ഈ കാണുന്നത്, മറ്റെന്തോ അസുഖമാണല്ലോ നിനക്കെന്ന് കാണുന്ന മുഴുവൻ ആളുകളും പറയും. ഇത് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. എന്തേ ബാക്കവി, തടി കുറഞ്ഞു പോയി, ഷുഗറാണോ, അസുഖമാണോ, കിഡ്നി കംപ്ലൈന്റ് ആണോ, മറ്റെന്തെങ്കിലും അസുഖമാണോ, ശരിക്കും മെലിഞ്ഞ് ഉണങ്ങിപ്പോയല്ലോ. നിങ്ങൾ തന്നെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിന് ഔഷാബാക്കവി തന്നെയാണോ എന്ന്. അപ്പൊ ആ തരത്തിൽ ആളുകളൊക്കെ ശ്രദ്ധിക്കും. ശരീരത്തിന് എന്തെങ്കിലും കേട് വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കും. നമുക്കും ഒരു വിഷമാണ്. കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്തിന് ഗ്ലാമർ പോലെ റബ്ബേ, എൻ്റെ കണ്ണിന് കറുപ്പ് വന്നു പോയി പടച്ചോനെ, എൻ്റെ കവിളൊക്കെ ഉള്ളിലേക്കായിപ്പോയി റബ്ബേ, എൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞു പോയി അല്ലാ, ആകെ മോശമായി പോയല്ലോ റബ്ബേ എന്ന് നമുക്ക് സ്വയം തോന്നിപ്പോകും. ഈ പ്രിയപ്പെട്ട മക്കൾ ലീവിന് വീട്ടിലേക്ക് ചെന്നാൽ ഉമ്മ പറയും, അല്ലാ എൻ്റെ മോൻ ആകെ അങ്ങ് ഇണങ്ങിപ്പോയല്ലോ റബ്ബേ. അതിന് മോൻ നന്നായി പോയാലും ഉമ്മ അങ്ങനെ പറയുള്ളൂ. അങ്ങനെയാണ് ഉമ്മമാരങ്ങനെയാണ്, ഒരു ആദിയാണ് മക്കള് എന്ന് പറഞ്ഞാൽ മോൻ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമാണ്. അപ്പോ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിന് വരുന്ന രോഗം അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്. അതിന് ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ ചെയ്തു തീർക്കണം. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية وادخلي في عبادي وادخلي جنتي. മലക്കുകളെ കൊണ്ട് അല്ലാഹു സ്വാഗതഗാനം പാടിക്കുന്ന മയ്യിത്താകാൻ ഹൃദയം പ്രകാശിക്കുന്നവർക്ക് മാത്രമാണ് കഴിയൂ. അല്ലാഹുവേ, അതിന് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു ദിക്റിനെ കുറിച്ച് പറയാൻ പോവാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു കുറേ കാലം യാത്ര പോയിട്ടുണ്ട്, മുസാഫിറായിട്ട് യാത്ര പോയിട്ടുണ്ട്. ഓരോ മഹാന്മാരുടെ ജീവിതത്തിലും യാത്രയുണ്ടാവും. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു യാത്ര പോയപ്പോ ദീർഘനാളിങ്ങനെ സഞ്ചരിച്ച് പോയി ഒരു പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി കയറുമ്പോൾ ആ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന സ്വാലിഹായ സാധുവായ ഒരു മനുഷ്യൻ, അയാൾ റൊട്ടിക്കച്ചവടക്കാരനാണ്. അയാൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇത് അഹ്മദ് ബിൻ ഹംബലാണെന്നൊന്നും അറിയില്ല, ഏതായാലും ഒരു സ്വാലിഹായ മനുഷ്യനാണ് നമ്മുടെ പള്ളിയിൽ വന്നതെന്നറിയാം. അപ്പൊ ഈ റൊട്ടിക്കച്ചവടക്കാരൻ പറഞ്ഞു, ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്നാക്കാം, എന്നോടൊപ്പം വീട്ടിലേക്ക് വരണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന് സന്തോഷമായി. നോക്കുമ്പോൾ വിളിച്ചിരിക്കുന്നത് അവർക്കൊക്കെ കാണാമല്ലോ, മനസ്സറിയാൻ പറ്റുമല്ലോ, വിളിച്ചിരിക്കുന്നത് ഒരു സ്വാലിഹായ മനുഷ്യനാണ്. ഈ റൊട്ടിക്കച്ചവടക്കാരന്റെ കൂടെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തിട്ട് റൊട്ടിക്കച്ചവടക്കാരൻ എന്ത് ചെയ്യാണ്, മാവ് ഇങ്ങനെ കുഴയ്ക്കാണ്. മാവ് കുഴയ്ക്കുമ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്രമമില്ലാതെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ തന്നെ പറയാം.
മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷം തോന്നി. ഇത്ര വലിയ മുത്തഖിയായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് തന്നെയാണല്ലോ ഞാൻ വന്നത്. ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ചെന്നിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ എനിക്ക് വലിയ ഇഷ്ടമാണ്. രാത്രി ഇങ്ങനെ കുറേയേറെ ചൊല്ലും, പകലിങ്ങനെ ഒരുപാട് ചൊല്ലും. റൊട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കടകളിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നടക്കുമ്പോ ഈ റൊട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മുഴുവനും ഞാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ ചൊല്ലും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത സന്തോഷമായി. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലുന്നവരാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ദുആ പോലും അല്ലാഹു തട്ടിക്കളയാൻ സാധ്യതയില്ലല്ലോ. ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് നിങ്ങൾ ചൊല്ലുമെങ്കിൽ നിങ്ങളുടെ ഒരു ദുആയും അല്ലാഹു തട്ടിക്കളയാൻ സാധ്യത കാണുന്നില്ലല്ലോ. എല്ലാം അല്ലാഹു സ്വീകരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ആ റൊട്ടിക്കച്ചവടക്കാരൻ കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ എല്ലാ ദുആയും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, എൻ്റെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ കാരുണ്യവാനായ റബ്ബ് നടത്തി തന്നിട്ടുണ്ട്. പക്ഷേ ഒരു ആഗ്രഹം മാത്രം ഇപ്പോഴും ബാക്കിയാണ്, അല്ലാഹു നടത്തി തന്നിട്ടില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ റൊട്ടിക്കച്ചവടക്കാരൻ പറയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനസ്സറിഞ്ഞ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് സാത്വികനായ സൂഫിയായ പണ്ഡിതനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു നോക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണമെന്ന് ഞാൻ എൻ്റെ പടച്ചവനോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് അതുമാത്രം എനിക്ക് അല്ലാഹു നടത്തി തന്നിട്ടില്ല. ഇത് കേൾക്കുമ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ റൊട്ടിക്കച്ചവടക്കാരനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പള്ളിയിൽ നിന്ന് മുസാഫറായി ഇവിടെ കൊണ്ടുവന്ന നിങ്ങൾ ഉണ്ടാക്കി തന്ന റൊട്ടി കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ ഞാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നിരന്തരം ചൊല്ലുന്ന ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നത് മാത്രമല്ല, അവന്റെ ദറജ ഉയർത്തി കൊടുക്കാൻ, അവന്റെ ഹൃദയത്തിന് പ്രകാശം കൊടുക്കാൻ, അവന്റെ ജീവിതത്തിന് ഈമാനിന് ഇസ്സത്ത് കൊടുക്കാൻ, തഖ്വ കൂട്ടാൻ, മുത്തഖീകളിൽ ഉൾപ്പെടാനൊക്കെ അത് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം പാപമോചനത്തിന്റെ 10 നമ്മോട് യാത്ര പറയാൻ പോകുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എത്ര ലക്ഷം നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുമോ അത്ര നിയത്ത് ചെയ്യുക. അതിലൊട്ടും നമ്മൾ മടി വിചാരിക്കണ്ട. എത്ര നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുമോ അല്ലാഹുവേ മനസ്സറിഞ്ഞ് ഇഖ്ലാസോടെ ഭാര്യയെ കൊണ്ട് മക്കളെ കൊണ്ട് കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ ചൊല്ലിപ്പിക്കണം. പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു ശൈലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ ചൊല്ലിപ്പിക്കാനും അങ്ങനെ ഓതാനും ഒക്കെ. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ എനിക്ക് ആദ്യമായിട്ട് മോളുണ്ടായ സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് മകൾക്ക് മന്ത്രിച്ചു കൊടുത്തിരുന്നു. ഞാൻ ഇന്ന് പോലും ആ മോളെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് വൈഫിനോട് പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ പുറകിന്ന് ഫോണിലൂടെ ഞാൻ കേൾക്കാൻ വേണ്ടി പുറകിന്ന് മോള് പറയുന്നുണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മോള് നല്ല സ്വലാത്തില്ലെന്ന് മോളാണെന്ന് വാപ്പയെ ഫോണിലൂടെ കേൾപ്പിക്കുകയാണ്. ചെറിയ 4 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഇത് പഴയ കാലത്തൊക്കെ ആ ശൈലി ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ. മാരുവാകുമ്പോൾ അല്ലെങ്കിൽ രാത്രി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ ദിക്ർ ചെല്ലാനും സ്വലാത്ത് ചെല്ലാനും ഒക്കെ ഒരു മനസ്സ് പഴയ കാലത്ത്. ഇന്നതൊക്കെ പതിയെ മാറി. ഓരോ മൊബൈലായിട്ട് ഓരോരുത്തർ വീടിന്റെ ഓരോ മൂലക്ക് റൂമിന്റെ ഓരോ ഭാഗത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് നമ്മുടെ ആത്മാവിന് പ്രകാശമുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ്. അല്ലാഹുവേ അത് നിരന്തരമായി അധികമായി ചൊല്ലാനുള്ള ഒരു തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ, നൽകണേ പടച്ചോനെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് നിരന്തരം ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങൾ അമിതമായി പോയാൽ അവന്റെ ആത്മാവ് ഇരുണ്ടു പോകും എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങൾ അധികമായി പോയാൽ അവന്റെ ഹൃദയത്തിന് പ്രകാശം ഉണ്ടാവില്ല. മരിക്കുമ്പോൾ ഹൃദയത്തിന് പ്രകാശമുണ്ടെങ്കിലാണ് മുഖത്ത് ആ പ്രകാശം വരുള്ളൂ. അപ്പൊ ഹൃദയത്തിന് പ്രകാശം ഉണ്ടാവണം. നിങ്ങൾ ഉറക്കൊന്നും പറയുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ഇങ്ങനെ വാന്ന് പറഞ്ഞ പോരെ. ഇവിടെ എങ്ങനത്തെ വാളാണ് ഇവിടുത്തെ സദസ്സ് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ എങ്ങനെ പിരിവിന്റെ ഹിക്മത്തൊന്നും വേണ്ട, ബക്കറ്റ് എടുക്കാൻ വേണ്ടി സംഘാടകരൊന്നും പറയില്ല, ഒരു പ്രശ്നമില്ല. റാഹത്തായിട്ട് മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ വളരെ സന്തോഷകരമായ കുറച്ച് സമയമാണ്. നിങ്ങളും ആ രീതിയിൽ തന്നെ ഇരിക്കണം. തറാവീഹ് കഴിഞ്ഞ ക്ഷീണത്തിൽ
നല്ല മനോഹരമായ കോളേജിനകത്ത് മഞ്ഞില്ല, മഴയില്ല, ചെറിയ കാറ്റൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ 2 വരി പാട്ടുകൂടെ പാടിയാൽ സുഖമായിട്ട് ഉറങ്ങാം എന്ന് തോന്നിപ്പോകരുത്. ഇൻഷാ അല്ലാ അതുകൊണ്ട് നിങ്ങൾ റാഹത്തോടെ കേട്ടിരിക്കണം. എന്തെങ്കിലും ഒരാൾക്കൊരു ചെറിയ മാറ്റം മനസ്സിലുണ്ടായാൽ അൽഹംദുലില്ലാ ഈ വരവും ഈ സംഭാഷണവും അള്ളാഹുവിൻ്റെ ലോകത്ത് വലിയ ഭാരമുള്ളതാവും. അതുകൊണ്ടാണ് അത്ര റാഹത്തോടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓരോരുത്തർക്കും അത് ഉപകാരപ്പെടുമെന്ന് ചിന്തിച്ചിട്ടാണ്. അലി റളിയല്ലാഹു തആല അൻഹു അറിവിന്റെ മഹാവിസ്ഫോടനമാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു അതിന്റെ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 3 കാര്യം ആരെങ്കിലും ജീവിതത്തിൽ അമിതമാക്കി അവന്റെ ആത്മാവിന് പ്രകാശം കുറവായിരിക്കും, പ്രകാശം ഉണ്ടാവില്ല. ഒന്നാമത്തത് കസറത്തുൽ കലാം, അമിതമായ സംസാരം. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. റോഡിലിറങ്ങിയ നോമ്പാണ്, വെള്ളിയാഴ്ചയാണ്, റമളാനാണ്, ബദർദീനാണ്, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മൻ കസുറ കലാമുഹു കസുറ ഖത്ഉഹു. ആരുടെ സംസാരം അധികമാകുന്നുവോ അവന്റെ തെറ്റു കൂടും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് കല്ലുകൾ എടുത്തിട്ട് കഴുകി വാക്യകത്തിടും. എന്നിട്ട് ഇങ്ങനെ അതാകുമ്പോൾ എപ്പോഴും സംസാരിക്കൂല. പല്ലുവേദനയുള്ള ആൾ എപ്പോഴും സംസാരിക്കൂല, വാക്യകത്ത് മുഴയുള്ള ആൾ എപ്പോഴും സംസാരിക്കൂല, വാക്യകത്ത് കല്ലെടുത്തിട്ടിരിക്കുന്ന ആൾ എപ്പോഴും സംസാരിക്കൂല. ആരെങ്കിലും നിർബന്ധിച്ചെന്തെങ്കിലും ചോദിച്ചാൽ പറയൽ നിർബന്ധമായി പോയാൽ മാത്രം ആ കല്ലിങ്ങോട്ട് എടുത്തിട്ട് മറുപടി കൊടുക്കാൻ സയ്യിദുനാ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഴിയുമായിരുന്നു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് വ്യക്തമായി എത്ര വാക്കുകളുണ്ടെന്ന് സ്ഫുടമായി എണ്ണിയെടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്റെ മുത്തുനബിയുടെ സംസാരം കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സംസാരം കൊണ്ട് എന്റെ ജീവിതകാലത്ത് ഒരാൾക്കും വേദനിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അബൂജഹലിനെ പോലും സങ്കടപ്പെടുത്തുന്ന വർത്തമാനം പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് വന്നിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കുറേ കാലം ഖിദ്മത്ത് ചെയ്ത് നടന്നല്ലോ അനസ് റളിയല്ലാഹു അൻഹു. ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറ്റുന്നത് വലിയ ഭാഗ്യം. ബഹുമാനപ്പെട്ട ശൈഖുന അക്കടിപ്പുറം അബൂബക്കർ ഉസ്താദ്, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കണേ റബ്ബേ. അവിടുത്തെ പൊരുത്തം, അവിടുത്തെ നോട്ടം സാധുക്കളായ ഞങ്ങളുടെ കൽബിലേക്ക് നീ നൽകണം റഹ്മാനെ. അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യാൻ കുറേ കാലം ഭാഗ്യം കിട്ടിയ ആളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ. അതൊരു ചെറിയ ഭാഗ്യമൊന്നുമല്ല, അതൊരു ചെറിയ ഭാഗ്യമല്ല. കക്കടിപ്പുറത്ത് സിയാറത്തിന് പോയിട്ടുള്ളവരൊന്ന് കൈകൊട്ടി, ഇത്ര ഉണ്ടെന്ന് നോക്കട്ടെ. 1 2 മാഷാ അല്ലാഹ്. അവിടെ പോകുമ്പോൾ എന്താ പ്രത്യേകത എന്നറിയോ? സിയാറത്തിന് ചെന്നാൽ ഒരു വല്ലാത്ത ഒരു മാറ്റം നമ്മുടെ കൽബിലുണ്ടാവും. ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവും. അത് കാണുമ്പോൾ ഉണ്ടാവും. ജീവിതത്തിന്റെ ലാളിത്യം മഖ്ബറയിൽ കാണാൻ പറ്റും. ആ ഖബർ കാണുമ്പോൾ തന്നെ ജീവിതം എത്ര ലാളിത്യമായിരുന്നു എന്ന് കാണുമ്പോൾ തോന്നും. അള്ളാഹു അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. അനസ് റളിയല്ലാഹുവിനെ ഖിദ്മത്ത് ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് അനസ് റളിയല്ലാഹുവിന് പിന്നീട് സഹാബത്തിനോട് പറയാൻ, എന്തിന് നീ അത് ചെയ്തടാ എന്ന് എന്നോട് ആലം റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് വരെ ചോദിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും സന്തോഷമാണ്. യാ ബുനയ്യ എന്നല്ലാതെ എന്നെ വിളിച്ചിട്ടില്ല. യാ ബുനയ്യ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകളൊക്കെ നോക്ക്. യാ ബുനയ്യ, യാ ബുനയ്യ, യാ ബുനയ്യ ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഇശ്ഉൻ ലി അഹദിൻ വഫൽ വദാലിക മിൻ സുന്നത്തി. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. യാ ബുനയ്യ എന്നാണ് വിളിക്കുക. യാ ബുനയ്യ, യാ ബുനയ്യ, മോനെ മോനെ മോനെ, അങ്ങനെ അല്ലാതെ എന്നെ വിളിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നമ്മളോട് എതിർത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായി, ഭാര്യമാര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, നബിതങ്ങളോട് പരാതി പറയലായി, അതൊക്കെ ഉണ്ടായിട്ടും ഒരു വർത്തമാനം, ഒരു വാക്ക് മോശമായത് പറഞ്ഞിട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. നമ്മളൊരു ദിവസം നേരം പുലർന്നാൽ വൈകുന്നേരം വരെ നമ്മുടെ നോമ്പ് വെറും പട്ടിണിയായി പോയാൽ ആകെ പ്രതീക്ഷയുള്ളത് റമദാനിലെ അമലുകളാണ്.
ഇത് വെറും ഈ ചൂട് സമയത്ത് ശരീരത്തിന്റെ ഊർജം മുഴുവനും വലിച്ചൂരിയെടുക്കുന്ന പകലിൽ നാം നോമ്പ് നോച്ചിട്ട് അത് വെറും പട്ടിണിയായി പോയാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ വട്ടപൂജ്യമായി പോകും. അല്ലാഹുവേ, നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ഒരു വാക്കുപോലും ഒരാൾക്കും വേദന ഉണ്ടാക്കുന്നതാവരുത്, ഒരാൾക്കും പ്രയാസം ഉണ്ടാക്കുന്നതാകരുത്. മൊബൈലിലൂടെ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതാണെങ്കിലും, നേരിട്ട് ഒരാളോട് സംസാരിക്കുന്നതാണെങ്കിലും, മറ്റൊരാളുടെ വർത്താനം നമ്മൾ പറയുന്നതാണെങ്കിലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവെ, പടച്ചവനെ, അതിനുള്ള ശ്രദ്ധ ഇന്നു മുതൽ നമ്മുടെ നാവിന് കൊടുക്കാൻ. നമ്മുടെ നാവത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ള പ്രകാശം കൂടി ഇങ്ങനെ പൊട്ടുകൊണ്ടിരിക്കും. ഹൃദയത്തിന് കിട്ടിയ പ്രകാശം കൂടി അങ്ങനെ ചോർന്നു പൊട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് കസറത്തുൽ കലാം, അമിതമായ സംസാരം, ആരോടും അമിതമായ വർത്തമാനം വേണ്ട. ചില ആളുകൾ സംസാര വീരന്മാരാണെന്ന് തോന്നിപ്പോകും. ഇപ്പൊ ചെറുപ്പുളശ്ശേരിയിൽ അല്ലെങ്കിൽ അവിടെ ഈ ജംഗ്ഷനിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ, ഒറ്റപ്പാലത്തൊക്കെ നിൽക്കുമ്പോൾ കൂട്ടുകാർ പറയും, നീ ഉണ്ടെങ്കിൽ സമയം പോണ അറിയില്ലടാ, വേറെ നീ ഉണ്ടെങ്കിൽ സൂപ്പറാടടാ ഷാനവാസനൊക്കെ പറയും. അപ്പൊ നമ്മളെ വിചാരം എന്താ, ഞാൻ ഭയങ്കര മിടുക്കനാണ്, തമാശയൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ ചിരിപ്പിക്കും. ഇത് വലിയ അപകടമാണ്. അവന്മാരെ ചിരിപ്പിച്ചതുകൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല. മര്യാദയ്ക്ക് ഉള്ള നാവ് കൊണ്ടിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അമലും കൊണ്ട് രക്ഷപ്പെടാം. കൂട്ടുകാർ, സുഹൃത്തുക്കളൊക്കെ പലതും പറയും. ഒത്തിരി സഹോദരിമാരെങ്കിലും ഇവിടെ പ്രസംഗം കേൾക്കാൻ ഉണ്ടാവും. ആ സഹോദരിമാരോടൊക്കെ പറയാം, കുടുംബശ്രീയിൽ പോകുമ്പോൾ, കടയിൽ ഒരുമിച്ച് കാണുമ്പോൾ, കല്യാണത്തിന് മരണ വീട്ടിൽ ഒരുമിച്ച് കാണുമ്പോൾ നമ്മുടെ നാവിനെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഹൃദയം കറുത്തുപോകും. രണ്ടാമത്തത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കസറത്തുൻ നൗം, അമിതമായ ഉറക്കം. ഇപ്പൊ നമുക്ക് ഉറക്കം വരാത്തതുകൊണ്ടാണ്. നമ്മള് പകല് പിന്നെ ഇതല്ലേ പരിപാടി, സുബഹി കഴിഞ്ഞാൽ ഉറക്കല്ലേ അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇപ്പൊ വലിയ ക്ഷീണം കാണൂല. കാരണം എന്താ, പകൽ നല്ല ഉറക്കാണ്. നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണെന്ന് കരുതി ഫുള്ളങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല. ഉറക്കത്തെ നിയന്ത്രിക്കണം. തഹജ്ജുദ് നമുക്ക് തുടങ്ങാൻ പറ്റിയ മാസമാണ് റമദാൻ. പക്ഷെ ആ സമയത്ത് തുടങ്ങിയാൽ പിന്നെ അവിടെ അങ്ങോട്ട് നിർത്താതെ കൊണ്ടുപോകാനുള്ള ഒരു പരിശീലനത്തിന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സാധിക്കും. അള്ളാഹുവെ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. മൂന്നാമത്തത് കസ്റത്തുൽ അക്ൽ, അമിതമായ ഭക്ഷണം. ഇഫ്താറിന് എത്രയാണ് ഇങ്ങനെ കൂട്ടിവെക്കുക, എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ തട്ടിക്കളയുമ്പോൾ സങ്കടം തോന്നിപ്പോകില്ലേ? ഇപ്പോഴും ഒരു ഇഫ്താറിന്റെ സ്ഥലത്ത് പാത്രവും ബക്കറ്റും ഒക്കെ ആയിട്ട് റോഡിൽ തെണ്ടി നടക്കുന്ന മക്കള് ബാക്കി വന്ന ഭക്ഷണം ഇങ്ങനെ നീക്കി വെക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. ഒരിക്കലും നമ്മൾ ആഹാരത്തെ പാഴാക്കി കളയരുത്. അള്ളാഹു നമുക്ക് തന്നത് കൂടുതലാണ്, കുറവല്ല. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത് കൂടുതലാണ്. കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്ര സുഭിക്ഷമായ ആഹാരം, ഏതൊക്കെ മോഡൽ ആഹാരമാണ് നമുക്ക് കിട്ടുക കഴിക്കാൻ വേണ്ടി. ഇന്ന് ആ മേൽപ്പറമ്പ് ഒരു വീട്ടിൽ ദുആ ചെയ്തിട്ട്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ഹബീബ് ഹാജി മരണപ്പെട്ടു പോയ, അവിടെ വീട്ടിൽ അവിടുത്തെ പള്ളിയിൽ നിസ്കരിച്ചു. അവിടെ നിന്ന് നോമ്പ് തുറന്നിട്ടാണ് ഇങ്ങോട്ട് വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാൻ ഭക്ഷണം കൊണ്ട് വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? തുർക്കി ഐറ്റംസ് വേണോ, യമനി പത്തിരി വേണോ, എല്ലാം നമ്മുടെ നാട്ടിൽ പാലക്കാട് മലപ്പുറത്ത് സുലഭമാണ്. അതൊന്നും കഴിക്കേണ്ട, മോശമാണെന്നൊന്നും അഭിപ്രായമില്ല. പക്ഷേ അമിതമായ ആഹാരം നമുക്ക് ശരിക്കും നമ്മുടെ ഹൃദയത്തെ കടുപ്പിക്കും. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ആഹാരം ശരീരത്തിന്റെ വയറിന്റെ മൂന്നിൽ ഒരു ഭാഗത്തെ മാത്രമാണ് നിറയ്ക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ല ഒരു കാലത്തും. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മുന്നിൽ ആഹാരം വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാതെ ദിനരാത്രങ്ങൾ തള്ളി നീക്കിയിട്ടുള്ളത് നമ്മുടെ മുത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഓർമ്മിക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു രംഗമുണ്ട്, ഒരു കണ്ണീരിന്റെ രംഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരാരും തന്നെ ഇനി ആഹാരം കിട്ടുമ്പോൾ ആ ചരിത്രം മറന്നു പോകരുത്. ആഹാരത്തിന്റെ മര്യാദകൾ അറിയാതെ ഓർമ്മിച്ചെടുക്കാൻ ആ ചരിത്രം നിങ്ങളെ പഠിപ്പിക്കും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എല്ലാ ദിവസവും അലി റളിയല്ലാഹു തആല അൻഹു ജോലിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകും. ജോലിയുണ്ടോ? എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ജോലിയുണ്ടോ എന്നറിയാൻ വേണ്ടി ജൂത നസാറാക്കളുടെ വീടുകളിലൊക്കെ, തോട്ടങ്ങളിൽ, അവരുടെ പിന്നെ വീടുകളിൽ, അവരുടെ ഒട്ടകക്കൂട്ടങ്ങളിൽ ഒക്കെ ജോലിയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പോകുമായിരുന്നു.
അങ്ങനെ പോയാൽ വളരെ കുറഞ്ഞ ഭക്ഷണം കിട്ടുന്ന പൈസ കിട്ടുള്ളൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ചില ദിവസം ഒരു പത്തിരിക്കുള്ള മാവേ കിട്ടുള്ളൂ ജോലിക്ക് പോയാൽ, ചില ദിവസം 2 പത്തിരിക്കുള്ള മാവ് ജോലിക്ക് പോയാൽ കിട്ടും. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്നിട്ട് ഒരിക്കലും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, റബ്ബേ എൻ്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പട്ടിണി നീ മാറ്റിക്കൊടുക്ക റബ്ബേ എന്ന് ഉന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടില്ല. നമ്മൾ അറിയേണ്ടത് അതാണ്, ദുആ ചെയ്തിട്ടില്ല. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പറഞ്ഞു വിട്ടു. എന്താണ്? കുറച്ച് ആടുകളെ കിട്ടിയിട്ടുണ്ട്, നീ എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് 2 എണ്ണം മകളായ നിനക്ക് തരാൻ പറയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് താല്പര്യമൊന്നുമില്ല പോയി ചോദിക്കാം, പക്ഷെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെന്നിട്ട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, 2 ആട് എനിക്ക് തരുവോ എന്ന് അലി തങ്ങൾ ചോദിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫാത്തിമ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നലെ രാത്രി വന്നപ്പോൾ 5 വരി ദുആ എനിക്ക് പഠിപ്പിച്ചു തന്നു ഫാത്തിമ. ആ 5 വരി ദുആ കിട്ടിയ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറും നിനക്ക് കിട്ടും ഫാത്തിമ. അത് വേണമോ, ഈ ആട് വേണമോ എന്ന് ചോദിക്കുമ്പോൾ കരളിന്റെ കഷണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ആട് വേണ്ട നബിയേ. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ച ആ 5 വരി ദുആ മാത്രം മതി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, യാ അവ്വലൽ അവ്വലീൻ, യാ ആഖിറൽ ആഖിരീൻ, യാ ദൽ ഖുവ്വത്തിൽ മതീൻ, യാ റാഹിമൽ മസാകീൻ, യാ അർഹമർ റാഹിമീൻ. 5 വരി ദുആ വളരെ സിമ്പിളാണ് പഠിക്കാൻ. നിത്യജീവിതത്തിൽ അതൊരു അമലായി കൊണ്ട് നടക്കാൻ. സുബഹി കഴിയുമ്പോഴോ മഗ്രിബ് കഴിയുമ്പോഴോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ യാ അവ്വലൽ അവ്വലീൻ, യാ ആഖിറൽ ആഖിരീൻ, യാ ദൽ ഖുവ്വത്തിൽ മതീൻ, യാ റാഹിമൽ മസാകീൻ, യാ അർഹമർ റാഹിമീൻ. പഠിച്ചോ ഒന്ന് പറഞ്ഞു നോക്കി. യാ അവ്വലൽ അവ്വലീൻ, യാ ആഖിറൽ ആഖിരീൻ, യാ ദൽ ഖുവ്വത്തിൽ മതീൻ, യാ റാഹിമൽ മസാകീൻ, യാ അർഹമർ റാഹിമീൻ. വളരെ എളുപ്പമാണ് പഠിക്കാൻ. ഒരു കാലത്തും ഒഴിവാക്കാതെ കൊണ്ട് നടക്കണം. ദുനിയാവ് പരീക്ഷണങ്ങളുടെ ലോകമാണ്. പതറിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കണം. 2.5 വയസ്സായ മോളെ മയ്യത്ത് ഉംറയ്ക്ക് പോയ പ്രിയപ്പെട്ട വാപ്പ മോളെ കവിളത്ത് മുത്തം കൊടുത്ത്, വാപ്പച്ചി പോയി വരട്ടെ, ഇനി വരുമ്പോൾ മോളെ കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് മക്കത്തേക്ക് എത്തുമ്പോൾ തന്നെ ട്രെയിനിൽ ദുരൂഹ സാഹചര്യത്തിൽ ആ മോള് മരിക്കുകയാണ്. കണ്ണൂർ മട്ടന്നൂർ റെയിൽവേ ട്രാക്കിൽ നിന്ന് ആ മോളെ ശരീരം എങ്ങനെ എടുത്തു എന്ന് പത്രക്കാര് പറയുന്ന കേട്ടാൽ കനിവുള്ള ഒരു മനുഷ്യനത് കേട്ടു നിൽക്കാൻ കഴിയില്ല. അപ്പോഴത്തന്നെ അവിടെ നിന്ന് മടങ്ങി വന്ന് ആ മകളെ മയ്യത്ത് കാണേണ്ടി വന്ന ഒരു വാപ്പയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അള്ളാഹു ആ സമയത്തൊക്കെ ഒരു മാനസിക ശക്തി കൊടുക്കുമെന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ മനുഷ്യരാണ്. മുൻഗാമികളെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാരാണ്, മനുഷ്യരാണ്. അള്ളാഹുവേ, പടച്ചവനെ, എല്ലാ വിഷയത്തിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തു ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അതുകൊണ്ട് മറന്നുപോകാതെ ഇനി അങ്ങോട്ട് ചൊല്ലണം. യാ അവ്വലൽ അവ്വലീൻ, യാ ആഖിറൽ ആഖിരീൻ, യാ ദൽ ഖുവ്വത്തിൽ മതീൻ, യാ റാഹിമൽ മസാകീൻ, യാ അർഹമർ റാഹിമീൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പുറത്തു പോയിട്ട് സന്തോഷത്തോടുകൂടി വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ ഇത്ര സന്തോഷം? ഇന്ന് 4 പത്തിരി ഉണ്ടാക്കാനുള്ള മാവ് കിട്ടിയിട്ടുണ്ട് ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷം വന്നു. 4 പത്തിരി ഉണ്ടാക്കാനുള്ള മാവ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം വന്നു. അങ്ങനെ മാവുണ്ടാക്കുകയാണ്, പത്തിരി ഉണ്ടാക്കുകയാണ്. 4 എണ്ണം ഉണ്ടാക്കി വെച്ചു. ഒന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊടുക്കുകയാണ്. ഉമ്മമാരെല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്.
ഉമ്മമാരല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. എത്ര വിശന്നിരുന്നാലും തന്റെ പ്രിയപ്പെട്ട മോനാണ് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരു പിടി ആ പ്രിയപ്പെട്ട മകനിരിക്കട്ടെ. എത്ര മധുരമുള്ള കാരക്ക ഇരുന്നാലും നോമ്പ് പിടിച്ച ഉമ്മ നോമ്പില്ലാത്ത മകന് വേണ്ടിയിട്ടൊരു കാരക്ക നീട്ടിക്കൊടുക്കുന്ന രംഗം നമ്മൾ എന്നും വീട്ടിൽ കാണുന്നതാണ്. ഉമ്മ അങ്ങനെ തന്നെയാണ്. അല്ലാഹുവേ, ഇവിടെ വന്ന ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ഉന്നത പദവി സ്വർഗത്തിൽ കൊടുക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉസൈർ റളിയല്ലാഹു അൻഹുവിന് ഒരെണ്ണം കൊടുത്തു, ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഒരെണ്ണം കൊടുത്തു, അലി റളിയല്ലാഹു അൻഹുവിന് മൂന്നാമത്തത് കൊടുത്തു. നാലാമത്തത് ഫാത്തിമ റളിയല്ലാഹു അൻഹ കയ്യിലെടുത്ത് വെച്ചപ്പോൾ എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തുകൊണ്ട് കരയാൻ തുടങ്ങി. എന്റെ ഹബീബ് എന്തെങ്കിലും കഴിച്ചു കാണുവോ പടച്ചോനെ? ആ പത്തിരിയെ കയ്യിൽ വെച്ചിട്ട് പട്ടിണി കിടന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ആ പത്തിരിയും കൊണ്ട് ഇലാ ഹദറത്ത് റസൂലുള്ളാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, ഫാത്തിമ എന്തേ ഈ നേരത്ത് നീ വന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ, ഇന്ന് അലി റളിയല്ലാഹു അൻഹു 4 പത്തിരി ഉണ്ടാക്കാനുള്ള മാവ് കൊണ്ടുവന്നപ്പോ സന്തോഷം തോന്നിപ്പോയി. കുറെ ദിവസങ്ങൾക്ക് ശേഷം എന്റെ മക്കൾക്ക് വലിയ റാഹത്തുണ്ടായി. അവർക്ക് പത്തിരി ഇങ്ങനെ കൊടുത്ത് നാലാമത്തതിന്റെ കയ്യിലെടുത്ത് വെക്കുമ്പോ, മുത്തുനബിയേ, ഞാൻ അങ്ങയെ കുറിച്ച് ഓർത്തുപോയി റസൂലേ. അങ്ങ് ഭക്ഷണം കഴിച്ച് കാണില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. എന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വലിവുണ്ടായിപ്പോയി, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അത് കയ്യിലേക്ക് വാങ്ങി അള്ളാന്റെ റസൂൽ അത് കഴിക്കുകയാണ്. ഫാത്തിമ, ഇത് നീ കൊണ്ടുവന്ന റൊട്ടിയല്ല, നീ കൊണ്ടുവന്ന സ്നേഹമാണിത് പറഞ്ഞിങ്ങനെ കഴിച്ചിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദീ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. 3 ദിവസത്തിന് ശേഷം ആദ്യമായി എന്റെ വായിലേക്ക് വെക്കുന്ന ഭക്ഷണം ഇതാണ് ഫാത്തിമ, ഇതാണ് ഫാത്തിമ. 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് എന്റെ വാക്യകത്തേക്ക് വെക്കുന്ന ഭക്ഷണം ഇതാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 17 കൊട്ടാരമുണ്ടായിരുന്ന ഒരാളായിരുന്നു തുർക്കിയിൽ. അള്ളാഹു 15 മിനിറ്റ് കൊണ്ട് അടിച്ചൊതുക്കി മണ്ണിനടിയിലാക്കി. എന്നിട്ട് ആ മനുഷ്യൻ രക്ഷപ്പെട്ട് വന്നിട്ട് തുർക്കിയിലെ പാവങ്ങൾക്ക് ഒന്നുമില്ലാത്തവർക്ക് റൊട്ടി കൊടുക്കുന്ന സ്ഥലത്തിരുന്ന് ഒരു റൊട്ടി വാങ്ങിയിട്ട് ആ റൊട്ടിയെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ പിന്നീട് സോഷ്യൽ മീഡിയകളിൽ വന്നിരുന്നു. 17 കൊട്ടാരമുണ്ടായിരുന്ന മനുഷ്യനെ സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹു ഒരു റൊട്ടിക്ക് വേണ്ടി ക്യൂ നിൽക്കാൻ അങ്ങനെ ലോകത്തെ അള്ളാഹു പഠിപ്പിച്ചുവെങ്കിൽ നമ്മൾ ഇന്ന് ആഹാരത്തിന്റെ പേരിൽ നിഗളിപ്പ് കാണിക്കുന്നവരാണ്. വടക്കോട്ടൊക്കെ ചെന്നാല് മകളുടെ മുട്ടായി കൊടുപ്പെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയാണ് പിടിച്ചു കളയാ. മുട്ടായി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ മക്കൾ എത്ര കഴിക്കുമെന്ന് നമുക്കറിയാം. 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം രൂപയൊക്കെ വെറുതെ മുട്ടായിക്ക് വേണ്ടി മാത്രം. ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ആഹാരമായിട്ടൊന്നുമല്ല, മുട്ടായി ഇങ്ങനെ അലങ്കരിച്ച് അതിങ്ങനെ കൊണ്ടുവന്ന് അതിങ്ങനെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനും പേരിനും വേണ്ടിയിട്ട് മുട്ടായി പ്രദർശനമായി മാറി. ഇഫ്താറുകൾ നമ്മൾ ആലോചിച്ച് നോക്കി. ഇഫ്താറൊക്കെ ഉസ്താദ് പിന്നെ ഒരു സംഘടനയിൽ പെടാത്ത ആളായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇഫ്താറിന് പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വിളി വരൂലേ. മുഖ്യമന്ത്രിയുടെ ഇഫ്താറിന് പോകണം, പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താറിന് പോകണം. ബാങ്ക് കേൾക്കുന്ന സമയത്ത് കാരക്ക കഴിക്കാനല്ല മത്സരം, എവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനാണ് മത്സരം. ആ സമയത്ത് ഓർത്ത് നോക്കിയാൽ ആ സമയത്ത് കാണാം ആരാണോ ഫോട്ടോയ്ക്ക് മത്സരിക്കുന്നതെന്ന് അവരുടെ ഇഫ്താർ കണ്ട അപ്പം അറിയാം. പത്രത്തിൽ വരും, അപ്പം അറിയാം. അടുത്തിരിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ മതി, ഫോട്ടോ ഇട്ടതും കെട്ടിട്ടതൊക്കെ ഉണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ എല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവാൻ ആഹാരം പാഴാക്കി കളയുന്നത്. കല്യാണത്തിനൊക്കെ 2-3 ചെമ്പ് ബിരിയാണിയൊക്കെ കുഴിയെടുത്ത് കുഴിച്ചു മൂടാനൊന്നും ആർക്കും പേടിയില്ലാത്ത രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു തരി ആഹാരം കിട്ടിയാൽ അതിനോടുള്ള ആദരവും ബഹുമാനവും എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കസ്റത്തുൽ അക്ൽ, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം, തീരെ ഭക്ഷണം കഴിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ നോമ്പ് 17ആയി, ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇന്നിപ്പോൾ ഉസ്താദ് അങ്ങനെ അവിടെ പ്രസംഗിച്ചു, അതുകൊണ്ട് നാളെ മുതൽ ഭക്ഷണമൊന്നുമില്ല. അങ്ങനല്ല, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് അമിതമാണ് എന്ന് തോന്നരുത്. അതാണ്
നിങ്ങൾക്കത് അമിതമായിട്ട് നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ പശ്ചാത്തലത്തിന് അതൊരു അമിതമായി നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത്. അങ്ങനെ കഴിച്ചിട്ട് സുബഹിക്കൊക്കെ അങ്ങനെ കഴിച്ച് നിറച്ച് പള്ളിയിലെ മോദി സാഹിബ് ഇങ്ങനെ ഹൗദിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരാൾ ഇങ്ങനെ എന്ന് പറഞ്ഞു വരും. അപ്പം മോദി സാഹിബ് മറ്റേ ആശാന്ത വരുന്നുണ്ട് റബ്ബേ, ആ രീതിയിൽ കഴിക്കരുത്. നമ്മൾ അലാറം വെച്ചിട്ട് അങ്ങനെ കഴിക്കല് തന്നെ. ഫസ്റ്റ് അലാറം ഏത്തപ്പഴം കഴിക്കാൻ, രണ്ടാമത്തെ അലാറം ഈത്തപ്പഴം കഴിക്കാൻ, അങ്ങനെ ഓരോ അലാറം വെച്ച് ബാങ്ക് കേൾക്കുന്നതിന് മുമ്പുള്ള സമയം വരെയും ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിയാൽ നോമ്പിന് പിന്നെ തീരെ ഗുണമില്ലാതായി പോവില്ലേ? എന്നിട്ട് പകരം ഇങ്ങനെ കിടന്നുറങ്ങുക, രാത്രി ഇങ്ങനെ ഫുള്ള് കഴിക്കുക. രാത്രി വളരെ കുറച്ച് കഴിച്ചാൽ മതി, ആവശ്യത്തിനുള്ളത്. നമ്മളെ റമളാൻ മാസമല്ലേ, അല്ലാഹ് എത്രയോ റാഹത്ത് നമുക്കുണ്ടാവും, എത്രയോ സന്തോഷം നമുക്കുണ്ടാവും. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ആത്മാവിന് നീ പ്രകാശം തരണേ അല്ലാഹ്. ഒരു സെക്കൻഡ് പോലും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ വീട്ടിലോ ഒരാൾ പോലും ഹൃദയം കറുത്തുപോയവരായി മാറിപ്പോകാൻ പാടില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി സിറിയയിൽ നിന്ന് ഒരാൾ നിരന്തരം വരുമായിരുന്നു. കുറെ ദിവസം വന്നിട്ട് പിന്നെ കാണാതായി പോയപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. എവിടെ? കാണാനില്ലല്ലോ. അങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടക്കും. കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്ര ഭാഗ്യം കിട്ടിയാലും അതിനെ ചെറുതായി, ചില സമയത്ത് ഞാനതിനെ ചെറുതാക്കി കളയുന്ന ആളാണ്. ഉസ്താദിനെ കാണാൻ എനിക്ക് ഇതുവഴി പോകുമ്പോൾ എത്ര പ്രാവശ്യം ഇവിടെ വരാം. ഉസ്താദ് മന്നാനിയിൽ വന്നാൽ ഉസ്താദ് തന്നെ ഇങ്ങനെ ചിന്തിക്കും, എന്നാലും അവൻ വന്നില്ലല്ലോ ഉസ്താദ് ബാക്കി ഇവിടെ അടുത്തുണ്ടായിട്ട്. ഉസ്താദിന് സങ്കടം ഉണ്ടായും പലപ്പോഴും. അതങ്ങനെയാണ്, ചില സമയത്ത് അങ്ങനെയാണ്. നമ്മുടെയൊക്കെ ഹാലെങ്ങനെയാണ്, ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞങ്ങനെ പോകും. യാ മുഖല്ലിബൽ ഖുലൂബ സബ്ബിത് ഖുലൂബന അലാ ദീനിക വ തുഅതിക വ മുഹബ്ബതിക എന്ന് ദുആ ചെയ്യണം. എന്നാണ് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റൂ. ഒത്തിരി കാര്യങ്ങളല്ലേ, ഓട്ടമാണ്. കുറേ കുറ്റരോഗികളും കാഴ്ചയില്ലാത്തവരുമായിട്ട് ഒരൊറ്റത്ത് സ്നേഹസാഗരം. പിന്നെ ഉസ്താദ് തന്നെ സ്വലാത്തിന്റെ ഇജാസത്ത് കൊടുത്ത് നടത്തുന്ന റഹ്മാനി ഹിഫ്ദുൽ ഖുർആൻ കോളേജ് എന്ന് പറയുന്ന എൻ്റെ ഉസ്താദ് നടത്തുന്ന ഒരു കോളേജ്. പിന്നെ 100 കണക്കിന് കുറേ കാര്യങ്ങൾ, അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓട്ടമായിരിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ മനുഷ്യനെ കാണാനില്ലല്ലോ, എവിടെ? അപ്പൊ ആൾക്കാർ പറഞ്ഞു, അയാളിപ്പോൾ കുറച്ച് വഴിയൊക്കെ തെറ്റി, ചെറിയ വെള്ളവടി കള്ളുകൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സങ്കടമായി. പെട്ടെന്നൊരു കത്തെഴുതുകയാണ്, ആ മനുഷ്യന് കൊടുക്കാൻ വേണ്ടി കത്തെഴുതുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്ത് എഴുതി തുടങ്ങുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ് മരണത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ നിസാരതയെക്കുറിച്ച്. ഈ ലോകത്തിരുന്ന് വിട പറയുമ്പോ എന്തെങ്കിലും ഖബറിന്റെ അകത്തേക്ക് കൊണ്ടുപോകണ്ടേ എന്ന ഗൗരവത്തിന്റെ ചിന്തയെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയത് മുഴുവനും മരണത്തെക്കുറിച്ചായിരുന്നു. ആ പ്രിയപ്പെട്ട സിറിയയിൽ നിന്ന് വന്നിരുന്ന ആ പ്രിയപ്പെട്ട മനുഷ്യൻ പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി ഒരിക്കലും എന്റെ ഹൃദയത്തെ കറുപ്പിക്കാൻ, എന്റെ ആത്മാവിനെ കറുപ്പിക്കാൻ ഇനി ഒരിക്കലും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല, ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ പ്രിയപ്പെട്ട മനുഷ്യൻ പറഞ്ഞു പോയെങ്കിൽ നിങ്ങളും തീരുമാനിക്കണം, ഞാൻ വിട്ടുകൊടുക്കൂല, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കൂല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സൂറത്ത് നിങ്ങൾ ഓതുമോ, ആ സൂറത്ത് നിങ്ങൾ ഓതിയാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി നിങ്ങൾക്കുണ്ട് എന്നാണ്. ഏതാണ് ആ സൂറത്തെന്നല്ലേ? ഇന്ന് പ്രിയപ്പെട്ടവര് എന്റെ ഉപ്പാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് ഓതിയ അൽഹാകുമുത് തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ആ സൂറത്ത് ഒരു പ്രാവശ്യം ഉറങ്ങുന്നതിന് ഒരു പ്രാവശ്യം ഓതിയാൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലിയാണ് അല്ലാഹുവിന്റെ. ഒറ്റ പ്രാവശ്യം ഓതിയാൽ. എന്താണ് അതിന്റെ കാരണം? ദുനിയാവിന്റെ നിസാരത മുഴുവനും അതിനകത്തുണ്ട്. ഖബറിന്റെ വലിപ്പവും മരണത്തിന്റെ ഭയാനകതയും ദുനിയാവിന്റെ നിസാരത. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നീ എത്ര ചാടിയാലും എത്ര ഓടിയാലും എത്ര മേന്മ പറഞ്ഞാലും ഹത്താ സുർതുമുൽ മഖാബിർ, ഖബർ എത്തുന്നത് വരെ ഉള്ളൂ. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ,
അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. എത്ര ഭംഗിയായി ബഹുമാനപ്പെട്ട തഴവ് ഉസ്താദ് എഴുതി വെച്ചു. അല്ലാഹുവേ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ, ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഈ ബറക്കത്തുള്ള സ്റ്റേജിന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ്, ഇങ്ങനെ മഹത്തുക്കളെ ഇങ്ങനെ ഓർമ്മ വരും, അവരെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. എത്ര ഭംഗിയായി എഴുതി വെച്ചു. കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ. അല്ലാ, എന്ത് നാടൻ ശൈലിയിലാണ് എഴുതി വെച്ചത്. നമ്മെ അടക്കിയ സ്ഥലത്ത് മുകളിൽ പുല്ല് മുളച്ചിട്ട് കാലികൾ മേഞ്ഞില്ലേ എന്നാണ്. അതിങ്ങനെ കന്നുകാലികൾ വന്നിട്ട് ആ മുളച്ചു നിൽക്കുന്ന പുല്ല് മേഞ്ഞ് തിന്നുകൊണ്ട് പോയില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടേക്ക് ചെല്ലുമ്പോൾ ഹൃദയം പ്രകാശിച്ചവരായിട്ട് പോകണം, നല്ല റാഹത്തായിട്ട് നൂറാനിയത്തങ്ങനെ നിറഞ്ഞു തുളുമ്പി അങ്ങനെ നിന്ന് വേണം പോകാൻ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും ഇവിടെ മാറ്റണം, എല്ലാ തടസ്സങ്ങളും മാറ്റണം. അതുക്കാറുകൾ ചൊല്ലണം. അലി റളിയല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, സുബഹി നിസ്കാരം കഴിഞ്ഞ് 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ജീവിതത്തിൽ നിത്യമാക്കുന്നവന്റെ തഖ്വ മോഷണം പോകില്ല, അവന്റെ ഈമാന് കേടുവരില്ല, അവന്റെ ഹൃദയത്തിന് രോഗം ഉണ്ടാവില്ല. 11 പ്രാവശ്യം ഇഖ്ലാസോടുകൂടി സൂറത്തുൽ ഇഖ്ലാസ് നിഷ്കളങ്കമായി ചൊല്ലിയാൽ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇതൊക്കെ നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിന് അത്ഭുതകരമായ മാറ്റം ഇതുകൊണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നമുക്കതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകാൻ വേണ്ടി പറയുന്നതാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ വരുമ്പോൾ നമുക്ക് ദുനിയാവിലെ എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാകും, ഒരു വലിയ ഹൈറുണ്ടാവും. പിന്നെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തളർന്നു പോകില്ല, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ തകർന്നു പോകില്ല, പിടിച്ചു നിൽക്കണം. എത്രയോ 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 മഹാരഥന്മാർ ഈ ഒരു മേഖലയിലൂടെ ഹൃദയത്തിന് വല്ലാത്ത പ്രഭയുണ്ടായാൽ പ്രകാശമുണ്ട്, തളരൂല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഇത്രയും രോഗവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ കൊടുത്തപ്പോൾ അവസാന സമയത്ത് എന്താ പറഞ്ഞത്? അന്നീ മസ്സനിയൽ ളുർറു അന്ത അർഹമുർ റാഹിമീൻ. പടച്ചവനെ, ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്കുണ്ട്, പക്ഷേ നീ കാരുണ്യവാനാണ്. ചെറിയ ബുദ്ധിമുട്ട് എനിക്കുണ്ട്, നീ കാരുണ്യവാനാണ്. ഞാൻ ഉസ്താദിന്റെ പുറകെ ഇങ്ങനെ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഞാൻ കാലിങ്ങനെ നോക്കി, കാല് നീരുണ്ടല്ലോ. അൽഹംദുലില്ലാ, അത് കിടന്നാൽ പോകുന്ന നീരാണ്. കുറച്ചു നേരം കിടക്കുമ്പോൾ ആ നീരങ്ങ് പൊയ്ക്കോളൂ. അല്ലാതെ അങ്ങനെ കാല് നീരാണ് അങ്ങനെ അങ്ങോട്ട് അങ്ങനെ മസാജ് ചെയ്യാൻ 10 പേര്, ഷർട്ടിടാൻ 20 ആള്, അങ്ങനെയൊക്കെ ചെയ്യാന്ന് ദുനിയാവ് അങ്ങനെയാണ്. പക്ഷെ അതങ്ങനെ കിടക്കുമ്പോൾ ആ നീരങ്ങ് പോകും. നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ, ഇപ്പം ഞാൻ ആലിക്കുട്ടി ഉസ്താദിന്റെ ഇവിടെ ഉംറയ്ക്ക് പോയ സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചതാണ്, കാലക്കൊന്ന് ഞെക്കി തരട്ടെ എന്ന് ചോദിച്ചതാണ്. ഒരു സാധുവായ മനുഷ്യനാണ്, പാവം. അള്ളാഹു ദറജ നല്ല റാഹത്തായ രീതിയിൽ, ഉന്നതമായ രീതിയിൽ ഈമാനിന്റെ ഇസ്സത്ത് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞത് വേണ്ട, അതങ്ങനെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല, സാരമില്ല എന്ന് പറഞ്ഞിട്ട് ആ വേറെ സൗറിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ശരിക്കും മെനക്കെട്ടിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരൊക്കെ പണിയെടുത്തത് മുഴുവനും അവരുടെ ഹൃദയത്തെ മെച്ചപ്പെടുത്താൻ, നമ്മളൊക്കെ പണിയെടുത്തത് മൊത്തവും നമ്മുടെ ശരീരത്തെ മെച്ചപ്പെടുത്താൻ. ഡോക്ടർ പറയാൻ രാവിലെ 1 മണിക്കൂർ നടന്നില്ലെങ്കിൽ ഇനി നിങ്ങളൊരു 10 കൊല്ലത്തിനപ്പുറം പോകില്ല എന്ന് പറഞ്ഞാൽ ഒരു അലാറം വെക്കണ്ട, ഒരു ഭാര്യയും വിളിക്കണ്ട, കൃത്യമായി 3 മണിക്ക് ഉണർന്നിട്ട് നമ്മളിങ്ങനെ ഒറ്റപ്പാലത്തിലൂടെ ഇങ്ങനെ ഓടും. എന്തായാലും ഓടും. സാധിരിക്കുന്നതുകൊണ്ട് 1-2 തമാശ ഇടയിൽ പറയാനുണ്ട്, ഞാൻ പറയണില്ല. ചില ആൾക്കാർ നടക്കാൻ ഇറങ്ങുന്നത് തന്നെ വേറെ പലരെയും കാണാൻ വേണ്ടിയാണ് നടക്കുന്നത്. അങ്ങനെ വലിയ സൗകര്യമുള്ള സമയമാണ് ആ സമയം. ചില വീട്ടിൽ നിന്ന് സ്ത്രീകൾ ഒറ്റയ്ക്കൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. അല്ലാഹുവേ, അപ്പൊ ഇത് നമ്മൾ ആലോചിച്ച് നോക്ക്. വളരെ മോശമായ ശരീരത്തിന് എന്തെങ്കിലും വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല, താങ്ങാൻ പറ്റൂല. ഭാര്യമാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സങ്കടം പറയും, എൻ്റെ കണ്ണ് കറുത്തുപോയി, റബ്ബേ എൻ്റെ കണ്ണ് കറുത്തുപോയി, അല്ലോ കണ്ണ് കറുത്തുപോയി. അങ്ങനെ വെള്ളരിക്ക വെട്ടി വെക്കുന്നു, മേക്കപ്പ് ചെയ്യുന്നു, കുട്ടിയിടുന്നു, ആകെ ബഹളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയം അല്ലാഹു ഉമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച് ആത്മാവ് തന്ന ആ റൂഹ്, 4 മാസത്തിൽ തന്ന റൂഹ്, അതിപ്പോൾ ഏത് കോലത്തിലായി കിടക്കുക, സക്കറാത്തിൻ്റെ ഹാലിലായോ, നല്ല ഇസ്സത്തോടു കൂടി നല്ല ചുടക്കുട്ടനായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ പറ്റുമോ? പരിശോധിക്കാം. അത് പരിശോധിക്കാനാണ് ഈ നല്ല വഴിയിലൂടെ സഞ്ചരിക്കുന്ന മഹാന്മാരുടെ പിന്നാലെ പോകാൻ, അവർക്ക് ഹിദമത്ത് ചെയ്യാൻ, അവർക്ക് സേവനം ചെയ്യാൻ, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ ചെയ്യാം.
ഇപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് നബിതങ്ങൾ തന്നെ പറഞ്ഞു, ഈമാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും ബാക്കിയുള്ള ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഈമാൻ വേറെ തട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തട്ടിനാണ് ഭാരം കൂടുതൽ. എന്താണ് അതിന്റെ കാരണം? എല്ലാവരും നിസ്കരിക്കുന്ന പോലെ തന്നെ മൂപ്പര് നിസ്കരിച്ചത്. പിന്നെ എന്താ പ്രശ്നം? എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും കരഞ്ഞു ദുആ ചെയ്യും സഹാബികൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മാത്രമൊന്നും ആയിരുന്നില്ല കരഞ്ഞു ദുആ ചെയ്തത്, എല്ലാവരും കരയും. ഉമർ റളിയല്ലാഹുവിന് വിരല് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ മുമ്പ് കൊണ്ട് ഇങ്ങനെ കത്തിച്ചിട്ട് ചൂടാകുമ്പോൾ ശരീരത്തിനോട് ചോദിക്കും, ഇനി നീ തെറ്റ് ചെയ്യോ? നരകത്തിന്റെ ചൂട് ഇതിന്റെ 70 ഇരട്ടി ശക്തിയാ, ഓർമ്മ വേണം എന്ന് അപ്പൊ അവരാരും മോശമായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് മാത്രം ഇത്രയും സ്ഥാനം കിട്ടിയെന്നറിയോ? അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഏതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താ? അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്, അങ്ങയോടൊപ്പം ഇരിക്കലാണ്, അങ്ങ് പറയുന്ന ആവശ്യങ്ങൾക്ക് പണം ചിലവഴിക്കലാണ്. അങ്ങേക്ക് വേണ്ടിയല്ല, അങ്ങ് പറയുന്ന ആവശ്യങ്ങൾക്ക് പണം ചിലവഴിക്കലാണ്. ഇതൊരു സമർപ്പണമാണ്. ആ ഹൃദയത്തെ തോൽപ്പിക്കാൻ, ആ ആത്മാവിനെ തോൽപ്പിക്കാൻ ലോകത്താർക്കും കഴിയില്ല. അതുകൊണ്ടല്ലേ ഹിജ്റ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സഹാബികൾ ഉണ്ടായിട്ട് ആരെയാ തിരഞ്ഞെടുത്തത്? അറിയാം, തിരഞ്ഞെടുക്കേണ്ടത് ആരെയാണെന്ന് അവിടെ അറിയാം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതൊരു വല്ലാത്ത സംഭവമല്ലേ പ്രിയപ്പെട്ടത്? അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കണം. അതിന് ഏത് മഹാന്റെ അടുത്ത് പോയിട്ടാണോ, ആരെ തർബിയത്തിലാണോ? ഇപ്പം നിങ്ങൾക്കും അള്ളാഹു തന്ന വലിയ തൗഫീഖാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടാവണം. മാറ്റശ്ശേരി റഹ്മാനിയ ക്യാമ്പസിലെ മുറ്റത്തെ മുല്ലയ്ക്ക് പഴഞ്ചൊല്ല് തെറ്റണം, മണം ഉണ്ടാവണം. ആ മണം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയണം. അടുത്തടുത്ത് കൂടുതൽ ഇടപെട്ട് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന് തങ്ങളുടെ വണ്ടി ഓടിക്കാനുള്ളൊരു ജോലി കിട്ടി. അപ്പോൾ എൻ്റെ ഉസ്താദിനെ വിളിച്ച് ചോദിച്ചു, ഉസ്താദ് ആ ജോലിക്ക് ഞാൻ പൊട്ടോട്ടെ എന്ന്. ഉസ്താദ് പറഞ്ഞു, നീ ആ ജോലിക്ക് പോകണ്ട, വലിയ വറക്കത്തുള്ള ജോലിയല്ലേ ഉസ്താദ്, നീ ആ ജോലിക്ക് പോകണ്ട. എന്താ? നിന്റെ സ്വഭാവം വെച്ച് 1 മാസം തങ്ങളുടെ ഡ്രൈവറായിട്ട് പോയിട്ട് പിന്നെ 2ാമത്തെ മാസം തങ്ങളെ തോളത്ത് കൈയിട്ടിട്ട് അളിയാ ഇന്ന് എവിടെ ഉദ്ഘാടനം അളിയാന്ന് ചോദിക്കും. അതുകൊണ്ട് തൽക്കാലം ആ ബഹുമാനം നഷ്ടപ്പെടാൻ, ആ ആദരവ് നഷ്ടപ്പെടാൻ അതൊരു കാരണമാകുന്നത് കൊണ്ട് നീ മറ്റെന്തെങ്കിലും പണിക്ക് വെച്ചോ, ആ പണിക്ക് നീ പോകണ്ട. കാരണം അത് സൂക്ഷ്മതയാണ്. അയാളുടെ സ്വഭാവവും അയാളുടെ രൂപവും അറിയുന്നത് കൊണ്ടാണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞത്. ജോലി മോശമായത് കൊണ്ടല്ല. ഇങ്ങനെ ആദരവ് നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞത് മുറ്റത്തെ മുല്ല എന്നും കാണുമ്പോൾ അതിന് മണം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ മണം ഉണ്ട് അതിന്. പക്ഷെ നമ്മൾ എന്നും കാണുന്നതുകൊണ്ട് എന്നും വെള്ളമൊഴിക്കുക, എന്നും കാണുന്നുണ്ടാവും. ദൂരെ നിന്ന് വരുന്ന ഒരാൾക്ക് നല്ല സുഗന്ധമായിരിക്കും, അടുത്ത് നിൽക്കുന്ന ആളിന് വലിയ സുഗന്ധം ഉണ്ടാവില്ല. പക്ഷെ അടുത്ത് നിൽക്കുന്നവർക്ക് സുഗന്ധം ഉണ്ടാവണം. നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യത്തെ നിങ്ങൾ ഈ അത്ഭുതത്തിലൂടെ തന്നെ ഇത് കണ്ടോ. ആരെ കൈകാലം പിടിച്ചിട്ട് പൈസ വാങ്ങിയിട്ടാണ് ഈ ക്യാമ്പസ് ഉണ്ടാക്കിയത്. നമ്മളൊക്കെ വലിയ സംഘടനാ പ്രവർത്തകരും ഒരുപാട് പൈസ പിരിക്കാനുള്ള സ്റ്റേജിൽ വലിയ ഹിക്കുമത്തൊക്കെ ഉള്ള ആളാണ്. എത്ര നമ്മൾ ഓടിയാലാണ് ഇത് ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ മഹാന്മാരുടെ വലിയ ബറക്കത്തുണ്ട്. അവരുടെ പ്രകാശമുള്ള കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ദീർഘനാൾ അതിൻ്റെ മധുരം ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. അതിനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ റഹ്മാൻ. അസ്ഹാബുൽ ബദറിൻ്റെ ഈ പവിത്രമായ രാത്രിയിൽ മതിയോ? നിർത്തട്ടെ, ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞാലെങ്ങനെ പറഞ്ഞു പോകും. രാത്രിയൊക്കെ അല്ലേ നിങ്ങൾക്ക്. എനിക്ക് നാളെ രാവിലെ പട്ടാമ്പി ദാറുൽ അൻവാർ കോളേജിൽ പ്രസംഗമുള്ളതാണ്. അതുകൊണ്ടൊന്നുമില്ല, അന്ന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇനി പോയാൽ ഇപ്പോഴൊന്നും ഉറങ്ങില്ലല്ലോ, എത്ര വേണമെന്ന് നമുക്ക് പറയാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളിങ്ങനെ വല്ലപ്പോഴും രാത്രി എല്ലാ വർഷവും റമദാനിൽ ഉസ്താദും ഞാനും ഒക്കെ ആഫിയത്തോടെ ആയുസോടെ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സദസ്സ് എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. വല്ലപ്പോഴും ഇങ്ങനെ വന്ന് രാത്രിയിൽ, റമദാൻ്റെ രാത്രിയിൽ ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് വലിയ തൗഫീഖായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അൽഹംദുലില്ലാഹ്. അതങ്ങനെ അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ. പ്രത്യേകിച്ച് ബദറിൻ്റെ രാത്രിയാണല്ലോ. അൽഹംദുലില്ലാഹ്. ആ മണ്ണ് കാണുമ്പോൾ, അവിടെ പോയി നിൽക്കുമ്പോൾ വല്ലാതെ മനസ്സിൽ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ വല്ലാതെ കടന്നു വരലുണ്ട്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളരാതെ പിടിച്ചു നിന്ന മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ വർത്താനം, അള്ളാന്റെ റസൂലേ, ഞങ്ങളുണ്ട് നബിയെ. അങ്ങ് പർവ്വതത്തിൽ കയറാൻ പറഞ്ഞാൽ ഞങ്ങൾ കയറും, കടലിൽ ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ചാടും. അതാണ് സമർപ്പണം. അവിടെ വേറൊന്നുമില്ല.
സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാം, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ആർക്കെങ്കിലും സ്വർഗം കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം കൊടുക്കണം എന്ന് അള്ളാഹിനോട് പറയും അത്രേ. കാരണം എന്താ? അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ചെയ്തതിന് അങ്ങനെ തന്നെ ചെയ്യാൻ മനസ്സ് കാണിച്ചവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള സഹാബികൾ അണിനിരന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ ഇന്ന് ഒരു കഷ്ടപ്പാട് പറയുന്നില്ല. നമ്മൾ എന്ത് കഷ്ടപ്പാടാണ്? നമ്മൾ അള്ളാഹിനോട് ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലിങ്ങനെ ചോദിക്കണം, അള്ളാഹുവേ എനിക്ക് ഉളുപ്പുണ്ടോ റബ്ബേ എന്ന് ചിന്തിക്കണം. ആദ്യം ചെറിയ സങ്കടം നിങ്ങൾക്ക് അള്ളാഹിനോട് പറയാം, വേണ്ടെന്നല്ല പറയാം, നമുക്കത് മാത്രമേ ഉള്ളൂ പറയാൻ. ഒരു കച്ചവടം പൂട്ടി, താത്തമാരിങ്ങനെ പറയും, ഭർത്താവിന്റെ ദുബായിൽ ഒരു കട പൂട്ടി റബ്ബേ, അത് തന്നെ പറയാനുള്ളൂ. അള്ളാഹു ബാക്കിയുള്ള നിയമത്തുകൾ തന്ന ഒക്കെ നമ്മൾ മറക്കും. ഉദാഹരണത്തിന് ഒരു പെട്ടി നമ്മുടെ വീട്ടിൽ വെച്ചാൽ, ഒരു പെട്ടി നമ്മുടെ വീട്ടിൽ ഒരു റഹ്മാനെ ക്യാമ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആണ്ട് നേർച്ചയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അനാഥ മക്കൾക്ക് കൊടുക്കാനോ വിധവകൾക്ക് കൊടുക്കാനോ ഒക്കെ വേണ്ടി ഒരു പെട്ടി നിയത്ത് ചെയ്ത് വെച്ചിട്ട് മക്കൾക്ക് പനി വരുമ്പോൾ ഒരു 100 രൂപ, ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു 500 രൂപ അങ്ങനെ ഇടും. പക്ഷെ യഥാർത്ഥത്തിൽ ഇടാനുള്ളത് ഈ വിഷമം ബുദ്ധിമുട്ട് വരുമ്പോഴല്ല, വളരെ സന്തോഷകരമായ ഒരു ദിവസം. അൽഹംദുലില്ലാ ഇന്ന് വലിയ റാഹത്തായിരുന്നു അല്ലാഹ്, ഇതുപോലെ എല്ലാ ദിവസവും സന്തോഷം ഉണ്ടാവാൻ വേണ്ടി അങ്ങനെയാണ് ഇടേണ്ടത്. നമ്മൾ സന്തോഷമുണ്ടാകുമ്പോൾ അള്ളാഹെ ഓർക്കൽ കുറവാണ്, സങ്കടം ഉണ്ടാകുമ്പോൾ പിന്നെ ഓർത്തേ പറ്റൂ, വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ആ രീതിയിലാവരുത്. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ നോട്ടം കിട്ടുന്ന ഖൽബായി അൽഹംദുലില്ലാ നമുക്ക് മാറാൻ സാധിക്കണം. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും എല്ലാ സമയത്തും ഒരേപോലെ അള്ളാഹു എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി, അങ്ങനെ തന്നെ ഉറച്ച വിശ്വാസത്തോടുകൂടി അങ്ങനെ നീങ്ങാൻ സാധിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറഞ്ഞ കുറച്ച് അമലുകൾ നിങ്ങൾ മറന്നുപോകാതെ മനസ്സിൽ കുറിച്ചിടണം. ഒന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞു, കസറത്തുൽ അഖ്ലി, കസറത്തുൽ നൗം, കസറത്തുൽ കലാം. 3 കാര്യം അധികരിപ്പിച്ചാൽ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ആത്മാവിന് കറുപ്പുണ്ടാവും. 1 അമിതമായ സംസാരം, 2 അമിതമായ ഉറക്കം, 3 അമിതമായ ഭക്ഷണം. അത് നമ്മൾ നിയന്ത്രിക്കണം. പിന്നീട് പറഞ്ഞു 1000 റക്അത്ത് നിസ്കരിച്ചാൽ കൂലി കിട്ടുന്ന ഒരു സൂറത്തു തക്കാസുർ, അൽഹാഖുമു തക്കാസുർ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാത്രിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓതാം. നിങ്ങൾ അങ്ങനെ ഞാൻ ഓതും എന്നൊന്നും നിങ്ങൾ അങ്ങനെ നിയത്തൊന്നും ചെയ്യണ്ട. നിയത്ത് ചെയ്ത് പിന്നെ അത് പാലിക്കപ്പെടാതെ വന്ന വീണ്ടും പറഞ്ഞാൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഓതുക. ഈ മജ്ലിസിൽ നിന്ന് കിട്ടിയ ഒരു ഇൽമാണ്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, വരാത്ത ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക, വന്നവർ വരാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, ഓതാൻ പറ്റുന്നവരൊക്കെ ഓതട്ടെ. സുബഹി കഴിഞ്ഞാൽ 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്, അതെങ്ങനെ ഓതുക. പിന്നെ ഇങ്ങനെ ഒരു വിശാലമായ സ്ഥലം, ഇവിടെ ആരും നിർബന്ധിച്ച് പിടിച്ച് ഇവിടെ ഒന്ന് വാത് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാനോ, നിങ്ങൾ ഇവിടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ആരും നിർബന്ധിക്കുന്നില്ല, ഒരു മനുഷ്യനെ നിർബന്ധിക്കുന്നില്ല. ഇന്നൊരാൾ ഒരു 50,000 രൂപ പള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ റൂമിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു, ഇവിടെ പിരിവൊന്നുമില്ല, തരുന്ന പൈസ നിഷ്കളങ്കായിട്ട് പള്ളിക്ക്, അള്ളാൻ്റെ പള്ളിക്ക് വളരെ റാഹത്തായിട്ട്, പേര് പോലും അദ്ദേഹം പറയണില്ല, പേര് പറയണമെന്ന് ഉസ്താദിന് ആഗ്രഹമില്ല, അങ്ങനെ തന്നെ കൊടുക്കാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സാമ്പത്തികത്തിൻ്റെ ക്രമക്കേടുകളോ പിടിച്ചുപറിക്കലോ അങ്ങനെ വാങ്ങി വെക്കലോ ഒന്നുമില്ല. വളരെ മഹാന്മാരുടെ ബറക്കത്തിൽ തന്നെ അതങ്ങനെ നീണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ സ്ഥാപനവുമായി ഒരു ഹൃദയബന്ധം, ഈ ഉസ്താദുമായി ഒരു ഹൃദയബന്ധം, നമുക്ക് നേതൃത്വം, ഒരു കാര്യം പറയാൻ, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറയാൻ ഒരാൾ, അൽഹംദുലില്ലാ അത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അതിനെ ശരിക്ക് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താം. സഹാബികളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എല്ലാവരും പറയാറുണ്ടല്ലോ, എല്ലാവരും പോയാലും അവസാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുള്ളൂ പള്ളിയിൽ. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കയറി, വീടിനകത്ത് കയറി ഒക്കെ കഴിഞ്ഞ് ദിക്റും മജ്ലിസും ഒക്കെ കഴിഞ്ഞ് ആ വാതിലടച്ചതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അവസാനം കണ്ണീരോടുകൂടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക്, ആ സമയം പോലും കാണാതിരിക്കുന്നത് ഇഷ്ടമല്ല, സങ്കടമാണ്. നബി ആ സമയത്ത് കാണാതിരിക്കുന്നത് പോലും സങ്കടമാണ്. എല്ലാവരും പോയാലും അവസാനം ഇങ്ങനെ ആ വീടിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നിട്ടാണ് ലാസ്റ്റ് ഇങ്ങനെ പോകും. അപ്പോൾ ഇതുപോലെ പല രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുത്താം. സ്നേഹം കൊണ്ട്, ആത്മബന്ധം കൊണ്ട്, സാമ്പത്തിക സഹായം കൊണ്ട്, സമർപ്പണ മനോഭാവം കൊണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹുവെ, പടച്ചവനെ, ഈ സ്ഥാപനത്തിന്
നീ കൊടുത്ത ബറക്കത്ത് എല്ലാ കാലത്തും നീ നിലനിർത്തണേ റഹ്മാനെ. ഉസ്താദിൻ്റെ മശായിഖന്മാർ, ഗുരുനാഥന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, എൻ്റെ ഉപ്പ ഉൾപ്പെടെ പലരുടെയും മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഉസ്താദുമാരൊക്കെ ഖബറുകളിലാണ്. അപ്പോൾ എല്ലാവരെയും പ്രത്യേകിച്ച് അസ്ഹാബുൽ ബദരി റളിയല്ലാഹു തആല അൻഹു അവരൊക്കെ മനസ്സിൽ കരുതി അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا يا أرحم الراحمين. اللهم اجعل صيامنا صيام الصائمين وقيامنا قيام القائمين ودعاءنا ومجلسنا هذا عندك مقبولة ومرضية ومحبة يا رب العالمين. അള്ളാഹുവേ, അർഹമർ-റഹീമായ അള്ളാഹുവേ, ദയാലുവായ കാരുണ്യവാനായ കരുണക്കടലായ രാജു സയ്യിദായ റബ്ബേ, ഞങ്ങളോദിയ ഫാത്തിഹ, നേരത്തെ ഇവിടെ ഉസ്താദ് അവറുകൾ ഓതിയതും ദുആ ചെയ്തതുമായ ദുആ എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ നിയ്യത്ത് ചെയ്ത മുഴുവൻ ഖബറാളികളിലേക്കും അള്ളാഹുവേ അതിൻ്റെ മിസിൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. മഗ്ഫിറത്തിന്റെ 10 ഞങ്ങളോട് വിട പറയാൻ പോകുമ്പോൾ പാപങ്ങളില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയാകാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റബ്ബേ. എല്ലാ ഇടങ്ങേർ ആപത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ വലിയ പരീക്ഷണങ്ങളൊന്നും തരല്ല റഹ്മാനെ. ഈമാൻ കുറഞ്ഞ സാധുക്കളാണ് അള്ളാഹുവേ, ഞങ്ങളെ നീ ഒഴിവാക്കി കളയല്ല റഹ്മാനെ. നിന്റെ മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഞങ്ങളെ നീ ഒഴിവാക്കരുത് റബ്ബേ. നിന്റെ മുഹിബ്ബീങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഞങ്ങളെ നീ ഒഴിവാക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ഈ സാധുവായ സഹോദരന്റെ ജീവിതത്തിലെ പ്രഭാഷണ ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് ഇങ്ങനെ ബദർ ദിനത്തിൽ ബദരീങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദിന്റെ ചാരത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. അള്ളാഹുവേ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുമ്മ ലാ തഫ്ലഹിനാ വലാ തുഹക്കിർനാ വലാ തുഖയ്യിബ്നാ ബൈന റഊസിൽ ഖലായിഖ ലാ ഫിദ് ദുനിയാ വലാ ഫിൽ ആഖിറതി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ കൂലി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉപ്പാക്ക് കൊടുക്കണേ റബ്ബേ. ഞങ്ങളാക്കാൻ പരിശ്രമിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, എൻ്റെ തിരുവനന്തപുരത്തെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മകന് ക്യാൻസർ രോഗമാണ് റഹ്മാനെ. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫ കൊടുക്കണേ റബ്ബേ, നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ, പടച്ചവനെ, ആ ഉസ്താദിൻ്റെ മാനസിക വിഷമവും പ്രയാസവും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ മഹാനവറുകളുടെ പേരിൽ ഇജാസത്തോടു കൂടി നടക്കുന്ന സ്വലാത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ഒരു സ്ഥാപനമാണ് അവിടെ ഉള്ളത്. അള്ളാഹു നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. എവിടെയെല്ലാം ആ സ്വലാത്ത് ചൊല്ലുന്ന നടക്കുന്നുവോ, എവിടെയെല്ലാം സ്വലാത്ത് മജ്ലിസ് നടക്കുന്നുവോ, അതെല്ലാം
ഏതെല്ലാം കുടുംബങ്ങൾ ഏതെല്ലാം വീടുകൾ ചൊല്ലുന്നുവോ എല്ലാം അതിൻ്റെ അസറോടുകൂടി നീ കബൂലാക്കണേ റബ്ബേ. അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഹിദ്മത്തുകൾ നീ കബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധ റമദാൻ തരണേ തരണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ 2-3 മാസം ദുആ ചെയ്തു. ഒടുവിൽ നീ റമദാൻ തന്നു. അള്ളാഹുവേ ആ റമദാന്റെ പൊരുത്തക്കേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ആ റമദാന്റെ ശാപം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അള്ളാഹുവേ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ റഹ്മാനെ. അള്ളാഹുവേ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉസ്താദ് അവറുകളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. വലിയ സ്ഥാനവും പദവിയും നീ സ്വർഗത്തിൽ കൊടുക്കണേ റഹ്മാനെ. ഉസ്താദിന്റെ വീട്ടുകാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ഒരു ക്ഷീണവും നീ കൊടുക്കല്ല റഹ്മാനെ. ദീർഘനാൾ ഞങ്ങൾക്ക് ഉപദേശം തരാൻ, ഞങ്ങളെ നിയന്ത്രിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരാൻ അള്ളാഹുവേ പടച്ചവന് നീ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്, പ്രയാസങ്ങളൊന്നും കൊടുക്കല്ല റഹ്മാനെ. അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ ഓടി വരാനുള്ള തൗഫീക്ക് നീ നൽകണം റഹ്മാനെ. ആ ഭാഗ്യത്തിൽ നിന്ന് ഞങ്ങളെ നീ തട്ടിമാറ്റല്ല റബ്ബേ. അള്ളാഹുവെ ഞങ്ങൾ ഓടി വരുമ്പോൾ വാതിലടയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അല്ലാ. പ്രതീക്ഷയോടെ ഓടി വരുമ്പോൾ വാതിലടയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കല്ല റബ്ബേ. ഞങ്ങളുടെ ഇൽമിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈമാനിൽ ഇസ്സത്ത് നൽകണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ റഹ്മത്തിന്റെ നോട്ടം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നിറച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ അവിടത്തെ കണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റഹ്മാനെ. ജീവിതകാലത്ത് എന്തെങ്കിലും അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത പൊരുത്തക്കേടുകൾ വല്ലതും ഞങ്ങളുടെ കണ്ണിലോ നാവിലോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ മാപ്പാക്കണേ റബ്ബേ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാപ്പാക്കണേ റബ്ബേ. അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവൽ നൽകണേ അല്ലാഹ്. അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവരെ സഹായം നൽകണേ അല്ലാഹ്. അവരെ സംരക്ഷണം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ മജ്ലിസ് അവരെ കാണണേ അല്ലാഹ്. പടച്ചവനെ എല്ലാവിധ ശർറിൽ നിന്ന്, വിപത്തിൽ നിന്ന്, അസൂയാലുക്കളുടെയും സാഹിര്യങ്ങളുടെയും ഉപദ്രവത്തിൽ നിന്ന്, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നൊക്കെ അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഈ 17 രാവിന്റെ രാത്രിയിൽ ഈ ക്യാമ്പസിലേക്ക് ഓടിയെത്തിയ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മുഖ്ലിസീങ്ങളായ സാധുക്കളായ സഹോദരങ്ങൾ വീട്ടിലിരുന്ന് വിശ്രമിക്കാതെ എല്ലാം മാറ്റിവെച്ച് ഉസ്താദിന്റെ ക്ഷണത്തിൽ ഇവിടെ വന്നിരുന്നു. അല്ലാഹുവേ അവരുടെ ഖൽബ് ഈമാൻ നിറച്ചു കൊടുക്കണേ അല്ലാഹ്. ആത്മാവ് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തിക്കളയല്ല അല്ലാഹുവേ, നഷ്ടപ്പെടുത്തിക്കളയല്ല അല്ലാഹ്. പടച്ചവനെ ഒരുപാട് മഹാരഥന്മാരുമായി ബന്ധമുള്ള ഒരുപാട് സൂഫിയാക്കൾക്ക് ഹിദ്മത്ത് ചെയ്തിട്ടുള്ള ഈ പ്രിയപ്പെട്ട ഉസ്താദ് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മശായിഖന്മാരെ, ഞങ്ങളുടെ ഗുരുനാഥന്മാരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കല്ല. അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ ആഫദീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും മുഅ്മിനീങ്ങളും ആക്കണേ റബ്ബേ. അല്ലാഹ് വലദുൻ സ്വാലിഹുൻ യദഊ ലഹു എന്ന ആ സ്ഥാനത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ആക്കണേ റഹ്മാനെ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്തജിബ് ദുആഅനാ വലാ തറുദ്ദന്ന ഇദിയനാ മഅൽ ഖായിബീൻ. റബ്ബേ ഈ റഹ്മാനിയ ക്യാമ്പസിനെ കാലം ഇതുവരെ സഹായിച്ചവർ, ഇതിന്റെ തുടക്കം മുതൽ ഈ സമയം വരെ സഹായിച്ചവർ, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയെ സഹായിച്ചവർ, ആരെയും നീ വെറുതെ ആക്കല്ല അല്ലാഹ്. ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് നല്ല ഈമാനും നല്ല ഹിദായത്തും നല്ല ഹിഫ്ളും അല്ലാഹുവേ നല്ല അറിവും നല്ല അദബും നീ കൊടുക്കണേ റബ്ബേ. രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന ഇൽമിന്റെ വക്താക്കളാക്കി അവരെയും ഞങ്ങളെയും നീ മാറ്റണേ റബ്ബേ. അല്ലാഹ് ഇവിടെ വന്ന സഹോദരിമാർ, കുഞ്ഞുമക്കൾ, മുതഅല്ലിമീങ്ങൾ, സഹോദരങ്ങൾ, കച്ചവടക്കാർ, ഗൾഫുകാർ, ദൂരത്ത് നിന്ന് വന്നവർ, അല്ലാഹു എല്ലാവരെയും നീ മുഖ്ലിസീങ്ങളാക്കണേ റബ്ബേ. ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഞങ്ങൾ തോറ്റുപോകും റബ്ബേ. ഞങ്ങൾക്ക് ഇയാതെ തരല്ല അല്ലാഹ്, ലോകമാന്യത തരല്ല അല്ലാഹ്. ഞങ്ങൾ അഹങ്കാരികളാക്കല്ല റബ്ബേ, അഹംഭാവികളാക്കല്ല പടച്ചോനെ. അല്ലാഹുവേ നിന്നോട് രഹസ്യമായി ബന്ധമുള്ള ആത്മബന്ധമുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഈ ദുആ നീ സ്വീകരിക്കണേ നാഥാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ ഒരിടം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. ഇനിയും വരാനും കാണാനും സംസാരിക്കാനൊക്കെ അല്ലാഹു നമുക്കെല്ലാ തൗഫീഖും തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.